കൊളസ്ട്രോളിന്റെ ലെവൽ LDL കൊളസ്ട്രോൾ ആണ് ഹാർട്ടിന് ഏറ്റവും റിസ്ക് വരുന്നത്. എല്ലാവർക്കും വിചാരിക്കുന്നത് ട്രൈഗ്ലിസറൈഡ് ആണല്ലോ. ട്രൈഗ്ലിസറൈഡ് നമ്മൾ ഹാർട്ടിന് അങ്ങനെ അത്രയ്ക്ക് വലിയ റിസ്ക് ഫാക്ടർ അല്ല. അത് കൂടുതലും പാൻക്രിയാറ്റൈറ്റിസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ വളരെ ഹൈ ഇതിലൊക്കെ പോകണം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. LDL കൊളസ്ട്രോൾ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാവരുതെങ്കിൽ ബിലോ 70, 50 to 70 ആ റേഞ്ചിൽ നിൽക്കണം. ഇപ്പോൾ പറയുന്ന കൊളസ്ട്രോൾ ലെവൽ നമുക്ക് അതിനൊക്കെ വളരെ താഴ്ന്നു പോയി ഒരു 40, 30 ആയി പോയാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഐഡിയൽ ആയിട്ട് ഒരു 50 to 70 മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ കൊളസ്ട്രോളിൽ നിന്ന് നമുക്ക് തടയാൻ പറ്റും. അത് ഒരു കാര്യം. ഷുഗറിന്റെ കാര്യം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഷുഗർ നല്ലതുപോലെ കൺട്രോൾ ചെയ്ത് പോവുക. ഡയറ്റ് കൺട്രോള്, ഫിസിക്കൽ എക്സർസൈസ്, മെഡിസിൻസ്. എല്ലാവരും പറയും എനിക്ക് മെഡിസിൻ കഴിക്കാം, ഇൻസുലിൻ എടുക്കാം. പക്ഷേ ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 45 മിനിറ്റ്സെങ്കിലും ഡെയിലി ബ്രിസ്ക് വാക്കിംഗ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പലർക്കും സമയമില്ല. അതാണ് പ്രശ്നം. ഫിസിക്കൽ ആക്ടിവിറ്റിയും ഡയറ്റുമാണ് ഡയബറ്റീസ് കൺട്രോളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റ്സ്. അതിന് മുകളിലാണ് മെഡിസിൻ വരുന്നത്. ഡയറ്റ് കൺട്രോളും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് കൺട്രോളും ഫിസിക്കൽ ആക്ടിവിറ്റിയും വേണം. മനസ്സിലായല്ലോ? അതുപോലെ ബ്ലഡ് പ്രഷർ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെക്ക് ചെയ്ത് അത് കൺട്രോൾ ചെയ്ത് പോകും.